സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പിൽ 6 സർക്കാർ ജീവനക്കാർക്ക് സസ്പെൻഷൻ. മണ്ണ് സംരക്ഷണ വകുപ്പിലെ പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെയുള്ളവർക്കാണ് സസ്പെൻഷൻ. അനധികൃതമായി ഇവർ കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചടയ്ക്കാനും ഉത്തരവ്. ഷീജ ചേരുന്നു. ഷീജ, പാവം പിടിച്ച മനുഷ്യർക്ക് കിട്ടേണ്ട പെൻഷൻ തുക തട്ടിയെടുത്തവർക്കെതിരെ നടപടി സർക്കാർ തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഷമ്മി, 1458 സർക്കാർ ജീവനക്കാരാണ് അനധികൃതമായി ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയത്. അതേ തുടർന്നാണ് അതിൻ്റെ തുടർ നടപടികളിലേക്ക് നീങ്ങാനായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അതാത് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയത്. ഇപ്പോൾ അതിൻ്റെ നടപടികൾ വകുപ്പ് തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. മണ്ണ് സംരക്ഷണ വകുപ്പിൽ നിന്നാണ് ഈ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആദ്യ നടപടി വന്നിരിക്കുന്നത്. 6 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഇവരുടെ പേര് വിവരങ്ങൾ ഇപ്രകാരമാണ്. 1 സാജിദ KA, അത് ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് 2 ആണ്. അത് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വ്യക്തിയാണ്. മറ്റൊന്ന്, രണ്ടാമത്തെയാൾ ഷീജ കുമാരി G, പാർട്ട് ടൈം സ്വീപ്പറാണ്, പത്തനംതിട്ടയിൽ നിന്നുള്ള വ്യക്തിയാണ്. നസീദ് മുബാറക് സൂപ്രണ്ടാണ്, വർക്ക് സൂപ്രണ്ടാണ്, മണ്ണ് ഓഫീസിൻ്റെ തന്നെ മീനങ്ങാടിയിലെ ഓഫീസിൻ്റെ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. മറ്റൊന്ന്, 5-മത്തെയാൾ ലീല K ആണ്. ലീല K മീനങ്ങാടി ഓഫീസിലുള്ള ഉദ്യോഗസ്ഥയാണ്, അത് പാർട്ട് ടൈം സ്വീപ്പറാണ്. അതോടൊപ്പം തന്നെ രജനി ജെയും പാർട്ട് ടൈം സ്വീപ്പർ തന്നെയാണ്, തിരുവനന്തപുരത്തെ, അതായത് സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലാബ് തിരുവനന്തപുരം. ഇതാണ് ഇവരുടെ പേര് വിവരങ്ങൾ എന്ന് പറയുന്നത്. ഏതായാലും ഈ 6 ജീവനക്കാരുടെയും സസ്പെൻഷൻ ഉത്തരവ് മണ്ണ് സംരക്ഷണ വകുപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇവരിൽ നിന്നും അനധികൃതമായി കൈപ്പറ്റിയ തുകയുടെ 18% പലിശ അടക്കം തിരികെ ഈടാക്കാനുള്ള തീരുമാനവുമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഉത്തരവിൽ പരാമർശിക്കുന്നു. ഏതായാലും നമുക്കറിയാം, ഈ 1458 സർക്കാർ ജീവനക്കാരാണ് ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളത് ധനവകുപ്പ് കണ്ടെത്തിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ധനവകുപ്പിൻ്റെ താഴെത്തട്ടിലേക്കുള്ള നിർദ്ദേശം പോയിരുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി തന്റെ വിഷയത്തിൽ ഇടപെട്ട് യോഗം വിളിച്ചിരുന്നു. അതേ തുടർന്നാണ് വകുപ്പ് തലത്തിൽ അതാത് മന്ത്രിമാർ തന്നെ ഇതിൽ നടപടികൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി നിഷ്കർഷിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തലത്തിലുള്ള പരിശോധനകൾ, വകുപ്പ് തല അച്ചടക്ക നടപടി, അതോടൊപ്പം തന്നെ അനർഹമായി കൈപ്പറ്റിയ തുക തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടി, ഈ രീതിയിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ആദ്യ നടപടി ഇപ്പോൾ മണ്ണ് സംരക്ഷണ വകുപ്പിൽ നിന്നും വന്നിരിക്കുന്നു. മറ്റു വകുപ്പുകളിലും സമാന നടപടികൾ ഉടൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇതിനകം തന്നെ ഓരോ വകുപ്പും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഷമി, ഇനി ഇത്തരത്തിലൊരു തട്ടിപ്പ് ഉണ്ടാകാതിരിക്കാനുള്ള മാതൃകാപരമായ നടപടികളിലേക്ക് സർക്കാർ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇക്കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം, അല്ലെങ്കിൽ അവർക്കിതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഷീജ? ഷമി, ഇതിൽ വിശദീകരണത്തിൻ്റെതായിട്ടുള്ള യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം ഇവരുടെ കൃത്യമായിട്ടുള്ള രേഖകൾ വെച്ചാണ് സർക്കാർ നടപടികളിലേക്ക് നീങ്ങുന്നത്. കാരണം ഇത് 1-2 മാസമായി അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരല്ല. നിരവധി കാലങ്ങളായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനർഹമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധന ധനവകുപ്പ് നടത്തിയിരുന്നു. ധനവകുപ്പിൻ്റെ പരിശോധന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വകുപ്പും ആ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്ത് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ധനവകുപ്പ് ഇത് സംബന്ധിച്ച് സർക്കാർ ജീവനക്കാർക്കിടയിലുള്ള വ്യാപക പരിശോധനയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നടപടിയെടുക്കേണ്ടത് അതാത് ബന്ധപ്പെട്ട വകുപ്പുകളാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളെല്ലാം അതാത് വകുപ്പുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്കെതിരെ സർവീസ് ചട്ടത്തിൻ്റെ ലംഘനമാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അതടക്കം പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർവീസ് ചട്ടം ലംഘിച്ച ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ അതിനെതിരെയുള്ള നടപടി, ഒപ്പം തന്നെ അനർഹമായി കൈപ്പറ്റിയ തുക തിരികെ ഈടാക്കാനുള്ള നടപടി, ഇത് രണ്ടുമാണ് പ്രധാനമായും ഓരോ വകുപ്പും അതിൻ്റെതായിട്ടുള്ള നടപടികളിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. ഷമി, ഷീജ, ലാസ്റ്റ് ഗ്രേഡ് മുതൽ ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഈ രീതിയിൽ അനർഹമായി ഈ സാധു മനുഷ്യർക്ക് കിട്ടേണ്ട പെൻഷൻ തട്ടിയെടുത്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതാണ്ട് 1600-ൽ പരം ആൾക്കാരാണ് ഈ രീതിയിൽ സർക്കാരിൻ്റെ പണം അപഹരിഞ്ഞ് എടുത്തിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ 6 പേർക്കെതിരെ സസ്പെൻഷൻ വന്നിരിക്കുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെയും കർശനമായ നിലപാട് തന്നെ സർക്കാർ സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രക്രിയ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്?
തീർച്ചയായും ഈ 1458 പേരാണ് അനർഹമായി പെൻഷൻ കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പട്ടികയിൽ കണ്ടെത്തിയിരുന്നത്. ഇവരുടെ കൃത്യമായിട്ടുള്ള പേര് വിവരങ്ങളടക്കം സർക്കാരിൻ്റെ പക്കലുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ 1458 ജീവനക്കാരും പക്ഷേ വിവിധ വകുപ്പുകളിലായിട്ടാണ്, ഒറ്റ വകുപ്പിന് കീഴിലല്ല, വിവിധ വകുപ്പുകളിലായിട്ടാണ്. അതുകൊണ്ടാണ് ഇത് വിവിധ വകുപ്പുകൾക്കായി ഈ ഒരു കണ്ടെത്തിയ റിപ്പോർട്ട് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ ഓരോ വകുപ്പും ആ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥർ ആരാണ് ഇതിൽ ഈ പട്ടികയിലുള്ളത് അവർക്കെതിരെ പരിശോധിച്ച് നടപടിയെടുക്കുക. ആ രീതിയിലാണ് ഈ ഒരു പ്രക്രിയ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് ഇപ്പോൾ മണ്ണ് സംരക്ഷണ വകുപ്പിൽ നിന്നും ആ വകുപ്പിന് കീഴിലുള്ള 6 ജീവനക്കാർക്കെതിരെയുള്ള സസ്പെൻഷൻ നടപടി വന്നിരിക്കുന്നത്. മറ്റു വകുപ്പുകളിലും സമാനമായ രീതിയിൽ ഉടനടി തന്നെ നടപടികളിലേക്ക് വകുപ്പ് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പ്രക്രിയകൾ ഓരോ വകുപ്പിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷമി, ഷിജ, ധനവകുപ്പാണ് ഇത്തരമൊരു പരിശോധനയ്ക്ക് തുടക്കമിട്ടത്. അതായത് ധനവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ പറയുന്നത് പോലെ ഇത്രയും 1458 ഉദ്യോഗസ്ഥർ ഈ രീതിയിൽ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന് കണ്ടെത്തിയത്. ഈ പരിശോധന വീണ്ടും തുടരുകയല്ലേ? അതായത് ഇനിയും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരാൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നുണ്ടോ എങ്കിൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകും, ആ പരിശോധനകൾ തുടരും എന്നല്ലേ അർത്ഥം? തീർച്ചയായും ഷമി, അതായത് 2019 മുതലാണ് LDF സർക്കാർ ഈ രീതിയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവരിൽ ഉള്ള അനർഹരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷമാണ് മസ്റ്ററിംഗ് അടക്കം നിർബന്ധമാക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഈ രീതിയിൽ മരണപ്പെട്ടവരുടെ പേരിൽ നിരവധി പേർ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളത് കണ്ടെത്തി. അത് മസ്റ്ററിങ്ങിലൂടെ ഒരു പരിധിവരെ അത് ആ രീതിയിൽ അത് മറികടക്കാൻ സാധിച്ചിരുന്നു. ആ പരിശോധനയുടെ തുടർ പരിശോധനയാണ് ഈ സർക്കാർ ജീവനക്കാർക്കിടയിലുള്ള പരിശോധനയായി വ്യാപിച്ചത്. ആ പരിശോധനയിലാണ് നിലവിൽ ഏതായാലും 1458 ജീവനക്കാർ ഈ രീതിയിൽ അനർഹമായി പെൻഷൻ വാങ്ങുന്നു എന്നുള്ളത് കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളിലേക്കും ഇപ്പോൾ സർക്കാർ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആ പരിശോധന തുടരുകയാണ്. പ്രത്യേകിച്ചും ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും അവർക്ക് നൽകിയിട്ടുള്ളൊരു ചുമതല എന്ന് പറയുന്നത് ആ തദ്ദേശ സ്ഥാപനത്തിൻ്റെ കീഴിൽ കൃത്യമായ രീതിയിലാണോ ഈ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയുള്ളത്, ആ പട്ടിക സഹിതം പരിശോധിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ വ്യാപകമായിട്ടുള്ള പരിശോധന അത് തുടരുക തന്നെയാണ്. ഷിജ, ഇത് ഈ പെൻഷൻ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നിൽക്കുമ്പോൾ പോലും മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ബന്ധപ്പെട്ട പഞ്ചായത്ത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആൾക്കാർ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർക്ക് പെൻഷൻ കിട്ടിയിരിക്കുന്നത്. ഇവരെ മാത്രമായി ഇവർക്കെതിരെ നടപടിയെടുക്കുന്നു, ഇവരാണ് ഗുണഭോക്താക്കൾ എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇവരെ ഈ പട്ടികയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചില ആൾക്കാർ കൂടിയുണ്ട്. അവരെ സംബന്ധിച്ച് എന്തെങ്കിലും അന്വേഷണമോ അവർക്കെതിരായ എന്തെങ്കിലും നടപടിയോ അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഷമി, അത് സമാന്തരമായി ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ഒരു മാസമാണ് നമ്മൾ ഇത് സംബന്ധിച്ച് മറ്റൊരു വാർത്ത നൽകിയിരുന്നു. അതായത് അത് മലപ്പുറം ജില്ലയിലെ ഒരു തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ടായിരുന്നു. അവിടെ അനർഹമായി ആ ഒരു വാർഡിൽ മാത്രം ഏകദേശം 30ഓളം പേർക്ക് അനർഹമായി പെൻഷൻ നൽകിയിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരുന്നു ധനവകുപ്പിൻ്റെ പരിശോധനയിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ നടപടികളടക്കം സ്വീകരിച്ചിരുന്നു. ആ രീതിയിലുള്ള പരിശോധനകൾ, അതായത് ഇത് ഷമി സൂചിപ്പിച്ചതുപോലെയാണ്, ഈ പെൻഷൻ്റെ ഗുണഭോക്താക്കൾ ആ ഒരു പട്ടികയിലേക്ക് എത്തണമെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടി അവർക്കൊപ്പം നിന്നുകൊണ്ട് മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിലുള്ള പരിശോധനയും ഒരു ഭാഗത്ത് കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പരിശോധനയും നടക്കുന്നുണ്ട്.